പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, അവിടുത്തെ മഹത്വം അനുഭവിക്കുന്ന വിശുദ്ധേറിയ ദിവസം ഞങ്ങൾക്ക് നൽകിയവനെ, കാൽവരിയിൽ ഞങ്ങൾക്കായി യാഗമായി തീർന്ന ക്രിസ്തുവിനെ ഈ ദിവസവും സ്മരിക്കുവാൻ, ഓർത്തെടുക്കുവാൻ വിശുദ്ധ ചൊവ്വാഴ്ചയുടെ സന്ധ്യാ ആരാധന ഞങ്ങൾക്ക് നൽകിയവനെ, അവിടുത്തെ സ്നേഹവും അവിടുത്തെ കരുതലും ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് പകൽ മുഴുവനും പ്രാർത്ഥനയെ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചുവല്ലോ. ഞങ്ങളുടെ പാപങ്ങളെ അവിടുന്ന് ക്ഷമിക്കുകയും ക്രൂശിൽ പാപമോചനം ഞങ്ങൾക്ക് നൽകുകയും ചെയ്തതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ, ദൈവ ആലയത്തിൻ്റെ ശബ്ദം, വചനത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ തുറക്കണമേ എന്നും ആ വചനം ഹൃദയത്തിൽ പതിയപ്പെടുവാനായി ഞങ്ങളിൽ കൃപയുണ്ടാകണമേ എന്നും ഇന്നെൻ്റെ പ്രഭാതത്തിൽ പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. അവിടുത്തെ വചനം കേൾക്കുവാനായി, അവിടുത്തെ ആ വചനത്തിൻ്റെ കൃപ അനുഭവിപ്പാനായി ഞങ്ങൾ അവിടുത്തെ സന്നിധി ശരണം പ്രാപിക്കുന്നു. യേശു കർത്താവേ, അവിടുത്തെ കഷ്ടപ്പാട് മരണത്തിൽ കൂടെ ഞങ്ങൾക്ക് ലഭ്യമാകുവാനിരിക്കുന്ന ദൈവീകമാവുന്ന വീണ്ടെടുപ്പ് ഈ സന്ധ്യയിൽ ഒരിക്കൽ കൂടെ സ്വന്തമാക്കുവാൻ അവിടുത്തെ കൃപ പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവാലയത്തിൻ്റെ അകത്തളങ്ങളിൽ കർത്താവിൻ്റെ സന്നിധി ശരണം പ്രാപിച്ചിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ആത്മാവിനാൽ ബലപ്പെടുത്തണമേ. പിതാവായ ദൈവമേ, ഇന്നത്തെ ആരാധനയിൽ നേതൃത്വം നൽകപ്പെടുന്ന വനിതാ സംഘത്തിൻ്റെ ഓരോ പ്രവർത്തകരെയും തൃക്കരം സമർപ്പിക്കട്ടെ. ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പ്രാർത്ഥനയിൽ പൂർത്തീകരിപ്പാൻ തക്കവിധമുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപ ചൊരിയണമേ. വചനവുമായി നിൻ്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആത്മാവിനാൽ അവിടുന്ന് ബലപ്പെടുത്തണമേ. നിൻ്റെ വചനം പ്രഘോഷിക്കുവാനുള്ള ആത്മീക അനുഗ്രഹത്തെയും കർത്താവ് തന്നെ നൽകി കൊടുക്കണമേ. ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിൻ്റെ ശുശ്രൂഷയുടെ അധ്യാവസനം കൂടെ ഇരിക്കണമേ. ഒരുമിച്ച് അവിടുത്തെ കാൽവരിയിലേക്കുള്ള യാത്ര ചെയ്യുവാനായിട്ടുള്ള ശക്തിയും ദൈവാനുഗ്രഹവും പകർന്നു തരണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. എല്ലാ കുറവുകൾ, കുറ്റങ്ങൾ, പാപങ്ങളും ക്ഷമിക്കണം. ക്രിസ്തുവിനാൽ പ്രാർത്ഥന കേൾക്കണ സ്വർഗീയ പിതാവേ, ആമേൻ. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായി പുതിയ കീർത്തന പുസ്തകം 142 കീർത്തനം, പഴയ കീർത്തന പുസ്തകം 134. പുതിയ കീർത്തന പുസ്തകം 142, പഴയ കീർത്തന പുസ്തകം 134. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. കാൽവരി മാലമേൽ നോക്കൂ നീ, കാൽവരി മാലമേൽ നോക്കൂ നീ, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ കയറി, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. പാപത്തിൽ ജീവിക്കുന്നവനെ, പാപത്തിൽ
കയ്യിലേൽപ്പിക്ക നീ. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. നോമ്പുകാല ആരാധനക്രമം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവമേ, എന്നെ വിടുവിപ്പാൻ വേഗം വരേണമേ. കർത്താവേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. നാം എല്ലാവരും ആടുകളെ പോലെ വഴിതെറ്റി ഓരോരുത്തൻ അവനവൻ്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം മേശനുമേൽ ചുമത്തി നമ്മെ വിടുവിച്ചിരിക്കുന്നു. യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എന്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരേക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇസ്രായേലെ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട്. അവൻ ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വിടുവിക്കും. 70-ാം സങ്കീർത്തനം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സങ്കീർത്തനം 71 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഏറ്റുപറയാം. യഹോവേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ചു വിടുവിക്കണമേ. നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എന്നെ രക്ഷിക്കണമേ. ഞാൻ എപ്പോഴും വന്നു പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയും ആകുന്നുവല്ലോ. എന്റെ ദൈവമേ, ദുഷ്ടന്റെ കയ്യിൽ നിന്നും നീതികേടും ക്രൂരതയും ഉള്ളവന്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. യഹോവയായ കർത്താവേ, നീ എൻ്റെ പ്രത്യാശയാകുന്നു. ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ. ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ. എന്റെ സ്തുതി എപ്പോഴും നിന്നെ കുറിച്ചാകുന്നു. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. എന്റെ വായ് നിന്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ. ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയുമരുതേ. എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സംസാരിക്കുന്നു. എന്റെ പ്രാണഹാനിക്കായി കാത്തിരിക്കുന്നവർ കൂടി ആലോചിക്കുന്നു. ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു, പിന്തുടർന്ന് പിടിപ്പിൻ, വിടുവിപ്പാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു. ദൈവമേ, എന്നോട് അകന്നിരിക്കരുതേ. എന്റെ ദൈവമേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. സഭ ഇരിക്കാം. ഇന്നത്തേക്കുള്ള വിശുദ്ധ വേദഭാഗങ്ങൾ വായിച്ചു കേൾക്കാം. പഴയ നിയമ വേദഭാഗം യെശയ്യാവ് 49-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാവ് 49-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാവ് 49-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ദ്വീപുകളെ, എൻ്റെ വാക്ക് ശ്രദ്ധിപ്പിൻ, ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പിൻ. യഹോവ എൻ്റെ ഗർഭം മുതൽ വിളിച്ചു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കയാൽ തന്നെ എൻ്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു. അവൻ എൻ്റെ വായ് മൂർച്ചയുള്ള വാൾ പോലെയാക്കി, തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കി അമ്പാക്കി തൻ്റെ ഭൂണിയിൽ മറച്ചു വെച്ചു. എന്നോട്, ഇസ്രായേലേ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നിൽ മഹത്വീകരിക്കപ്പെടും എന്ന് അരുളി ചെയ്തു. ഞാൻ വെറുതെ അധ്വാനിച്ചു, എൻ്റെ ശക്തിയെ വ്യർത്ഥമായും നിർഫലമായും ചെലവഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എങ്കിലും എൻ്റെ ന്യായം യഹോവയുടെ പക്കലും എൻ്റെ പ്രതിഫലം എൻ്റെ ദൈവത്തിൻ്റെ പക്കലും ഇരിക്കുന്നു. ഇപ്പോഴോ യാക്കോബിനെ തൻ്റെ അടുക്കൽ തിരിച്ചു വരുത്തുവാനും ഇസ്രായേലിനെ തനിക്ക് വേണ്ടി ശേഖരിപ്പാനും എന്നെ ഗർഭത്തിൽ തൻ്റെ ദാസനായി നിർമ്മിച്ചിട്ടുള്ള യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ യഹോവയ്ക്ക് മാന്യനും
മാന്യനും എൻ്റെ ദൈവം എൻ്റെ ബലവും ആകുന്നു. നീ യാക്കോബിൻ്റെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടതിനും ഇസ്രായേലിന് സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചു വരുത്തേണ്ടതിനും എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ. എൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളവും എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികളെ പ്രകാശമാക്കി വച്ചിരിക്കുന്നു എന്ന് ഞാൻ അരുളി ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനും അവൻ്റെ പരിശുദ്ധനുമായ യഹോവേ, സർവ്വനിന്ദിതനും ജാതിക്ക് വെറുപ്പുള്ളവനും ജാതിപതികളുടെ ദാസനുമായുള്ളവനെ ഇപ്രകാരം അരുളി ചെയ്യുന്നു. വിശ്വസ്തനായ യഹോവ നിമിത്തം നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേൽ പരിശുദ്ധൻ നിമിത്തം രാജാക്കന്മാർ കണ്ട് എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ കണ്ട് നമസ്കരിക്കുകയും ചെയ്യും. ആമേൻ. ലേഖന വേദഭാഗം 1 കൊരിന്ത്യർ 1-ാം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 1-ാം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. കൊരിന്ത്യർ 1-ാം 18 മുതൽ 25 വരെ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. ആമേൻ. സുവിശേഷ വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 23 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. വായിക്കാനായി നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ വേദഭാഗം യോഹന്നാൻ 12-ാം അധ്യായം 23 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കും. ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവും മാനിക്കും. ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. ഞാൻ എന്ത് പറയേണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന്, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനി മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടി ഉണ്ടായി എന്ന് പറഞ്ഞു. മറ്റു ചിലർ, ഒരു ദേവദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അതിന് യേശു, ഈ ശബ്ദം എൻ്റെ നിമിത്തമല്ല, നിങ്ങളുടെ നിമിത്തമത്രേ ഉണ്ടായത്. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധി ആകുന്നു. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞതത്രേ. പുരുഷാരം അവനോട്, ക്രിസ്തു എന്നേക്കും ഇരിക്കും എന്ന് നിങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ചു കേട്ടിരിക്കുന്നു. പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതിന് നീ പറയുന്നത് എങ്ങനെ? ഈ മനുഷ്യപുത്രൻ ആർ എന്ന് ചോദിച്ചു. അതിന് യേശു അവരോട്, ഇനി കുറേ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചം ഉള്ളിടത്തോളം നടന്നുകൊള്ളുവിൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ. നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടതിന് വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ടു മറഞ്ഞു. അവർ കാണുകെ അവൻ ഇത്ര വളരെ അടയാളങ്ങളും ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിൻ്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാവാൻ ഇടവന്നു. അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നത്, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. യെശയ്യാവ് അവൻ്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. എന്നിട്ടും പ്രമാണികൾ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളിഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല താനും. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. യേശു വിളിച്ചു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിൽ തന്നെ വിശ്വസിക്കുന്നു. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. എൻ്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല. ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവൻ ഉണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല,
എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണം എന്ന് ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. അവൻ്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ എന്ന് സംസാരിക്കുന്നു. തിരുവചന വേദഭാഗങ്ങൾ വായിച്ചു കേട്ട് നമുക്ക് അപ്പോസ്തല വിശ്വാസ പ്രമാണം ഏറ്റുപറയാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ആയവൻ പരിശുദ്ധാത്മാവിനാൽ ഉത്പാദിക്കപ്പെട്ട് കന്യകമറിയിൽ ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടം അനുഭവിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധനോട് കൂട്ടമാകുന്ന വിശുദ്ധ സഭയും പാപമോചനവും ശരീരത്തിന്റെ പുനരുത്ഥാനവും നിത്യജീവനും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സഭയ്ക്കിരിക്കാം. പഴയ കീർത്തന പുസ്തകത്തിലെ 138-ാമത്തെ പാട്ട്, പുതിയ കീർത്തന പുസ്തകത്തിലെ 146-ാമത്തെ പാട്ട്. വന്നേൻ കാൽവരി കുരിശതിനരികെ നോക്കി നിന്നെ എൻ പാപബലിയായവനെ നോക്കി നിന്നെ എൻ പാപബലിയായവനെ എന്നെ പ്രതി മുറിഞ്ഞ കാൽക്കരങ്ങൾ ക്ഷീണം ഏറെ സഹിച്ച തിരുവാരുമജടം ക്ഷീണം ഏറെ സഹിച്ച തിരുവാരുമജടം തന്നിൽ തന്നെ വ്യസനം മടക്കിയതും പ്രാണൻ താനായി വിട്ട ദിവ്യ നിലയെയും ഞാൻ പ്രാണൻ താനായി വിട്ട ദിവ്യ നിലയെയും ഞാൻ കണ്ടു വന്നേ കാൽവരി കുരിശതിനരികെ നോക്കി നിന്നെ എൻ പാപബലിയായവനെ നോക്കി നിന്നെ എൻ പാപബലിയായവനെ കണ്ടേ എന്നോടു തിരു സ്നേഹബലം തിരു കരുണ നീതിയും ഒന്നായി ചേർന്ന വിധം തിരു കരുണ നീതിയും ഒന്നായി ചേർന്ന വിധം പണ്ടേ ആകത്തെ പാപത്തിൻ നിമിത്തം ചെയ്വാൻ പറുദീസായിൽ നിയോഗിച്ചതിൽ നിവർത്തി ചെയ്വാൻ പറുദീസായിൽ നിയോഗിച്ചതിൽ നിവർത്തി കണ്ടു വന്നേ കാൽവരി കുരിശതിനരികെ നോക്കി നിന്നെ എൻ പാപബലിയായവനെ നോക്കി നിന്നെ എൻ പാപബലിയായവനെ എൻ പേർക്കു കൊണ്ടാടി മുറിവുകളും കായം എങ്ങും നോറുങ്ങി രക്തം ഓടിയതും കായം എങ്ങും നോറുങ്ങി രക്തം ഓടിയതും എൻ പേർക്കു വിട്ട ദീർഘശ്വാസങ്ങളും എല്ലാം ഈ പാപി എന്നും ധ്യാനിച്ചിഹ വസിപ്പേൻ എല്ലാം ഈ പാപി എന്നും ധ്യാനിച്ചിഹ വസിപ്പേൻ താണു വന്നേൻ കാൽവരി കുരിശതിനരികെ നോക്കി നിന്നെ എൻ പാപബലിയായവനെ നോക്കി നിന്നെ എൻ പാപബലിയായവനെ
ചെലവിടുവിൻ. മേലാൽ വിനയത്തോടെ നിനക്കായി ചെലവിടുവിൻ. പാപി വന്നേ കാൽവരി കുരിശതിനരികെ നോക്കി നിന്നെ എൻ പാപബലിയായവനെ. നോക്കി നിന്നെ എൻ പാപബലിയായവനെ. ഇന്നത്തേക്കുള്ള വചന സന്ദേശം നൽകുന്നതിനായി ശ്രീമതി ശുഭയെ ക്ഷണിച്ചോളുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ചൊവ്വാഴ്ചയുടെ അനുഭവത്തിലായിരിക്കുന്ന ഇന്നേ ദിവസം വനിതാ സമാജത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആരാധനയാണ് നടന്നു വരുന്നത്. ഈ ആരാധന ക്രമീകരിപ്പാനും ഈ ആരാധനയുടെ നടത്തിപ്പിനു വേണ്ടി സഹായിച്ച കരുണാമനായ ദൈവത്തിന് ഞാൻ ആദ്യമേ നന്ദിയും സ്തോത്രവും കരയേറ്റുന്നു. മാർച്ച് മാസം 5-ാം തീയതി ചാമ്പൽ ബുധനോടുകൂടി ആരംഭിച്ച നോമ്പുകാലം 42 നാളുകൾ പിന്നിട്ട് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നോമ്പുകാലം തുടങ്ങിയത് മുതൽ ഇതുവരെയും വേദവചന പഠനത്തിലായിരുന്നു നാം ഓരോരുത്തരും. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും തിരുവചന വായനയും അതുപോലെ വൈകുന്നേര ആരാധനയും ഒരു ധ്യാനവുമൊക്കെ ക്രമീകരിച്ചാണ് ഇതുവരെയും ആരാധന നടന്നു വന്നിരുന്നത്. അല്പസമയത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം നാം വായിച്ചു കേട്ട ലേഖന പാഠഭാഗം 1 കൊരിന്ത്യർ 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായികൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവമേ, അനുഗ്രഹമേറിയ ഈ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നാഥ. കർത്താവെ, ഈ സന്ധ്യയോടടുത്ത സമയത്തിൽ നാഥ പല ഭവനങ്ങളിലും പലയിടങ്ങളിലുമായിരുന്നു ഞങ്ങൾക്ക് ഈ ആലയത്തിൻ്റെ തണലിൽ ഒരുമിച്ച് കൂടുവാൻ തക്കോണം അവിടെ നിന്ന് ഒരുക്കിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവമേ, ഞങ്ങളുടെ വചന പഠനത്തിനായി ഒരുങ്ങുന്നാഥ. കർത്താവെ, സംസാരിക്കുന്ന അടിയനും അങ്ങയുടേത്, കേൾക്കുന്ന അങ്ങയുടെ മക്കളും അങ്ങയുടേത്. പ്രിയ മക്കൾക്ക് ആവശ്യമായ വചനം വിളമ്പുവാൻ തക്കോണം അടിയന് നാവിനെ അങ്ങ് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. കർത്താവെ, ഒഴിഞ്ഞ പാത്രങ്ങളായ ഞങ്ങളുടെ മക്കൾ നിറപാത്രങ്ങളായി കടന്നു പോകുവാൻ തക്കോണം അവിടെ നിന്ന് വചനത്തിലൂടെ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, മാനവും മഹത്വവും അങ്ങെടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവത്തിൻ്റെ ശക്തിയും ആകുന്നു. ജീവിത തിരുത്തലുകളുമായി ക്രൂശിൻ ചുവട്ടിലേക്ക് എന്നതായിരുന്നു ഈ വർഷത്തെ നോമ്പുകാലത്തിൻ്റെ ചിന്താവിഷയം. കഴിഞ്ഞ 42 നാളുകളിലായി വേദപുസ്തകത്തിൽ നിന്നും നാം ഈ വചനത്തിലൂടെ ചിന്തിച്ചു വരുന്നു. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്കും രക്ഷിക്കപ്പെടുന്നവർക്കും ഉണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ നമുക്ക് അല്പസമയം ഒന്ന് ചിന്തിക്കാം. വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ് എന്ന് വേദപുസ്തകം പറയുന്നു. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ കൂടുതലും ഉപദേശങ്ങളാണ് കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രൂശിൻ്റെ വചനം ഭോഷത്വമാണോ അതോ ദൈവശക്തിയാണോ എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് വ്യക്തമാണ്.
കുരിശ് എന്ന ചിഹ്നം നാം വിവിധമായ ആഭരണങ്ങളിലൊക്കെ ധരിക്കുന്ന ഒന്നാണ്. കുരിശിന് ഒരു സന്ദേശമുണ്ട്. അതിൻ്റെ അടയാളമായിട്ടാണ് നാം കുരിശ് ധരിക്കുന്നത്. മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിന് ദൈവത്തിൻ്റെ കുഞ്ഞാട് ബലിയായി തീർന്നു എന്ന സന്ദേശമാണ് കുരിശ് ധരിക്കുന്നതിന് വേണ്ടി നമ്മെ പ്രേരിപ്പിക്കുന്നത്. ക്രൂശിൻ്റെ വചനം നാം സ്വീകരിച്ചാൽ നമ്മുടെ ആത്മീക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നാം നമ്മുടെ ജീവിതത്തിൽ പലവിധമായ തെറ്റുകൾ ദിനംപ്രതി ചെയ്യുന്നവരാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കുക, സഹജീവികളോട് സ്നേഹം കാണിക്കാതിരിക്കുക, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശാപം എന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭാരം എന്നത് നമ്മുടെ പാപം തന്നെയാണ്. ഈ പാപത്തെക്കുറിച്ചുള്ള ബോധം, അതായത് ഞാൻ ചെയ്തത് തെറ്റാണ്, അത് തിരുത്തണം എന്ന ബോധം നമുക്കുണ്ടാകുന്നത് ഈ ക്രൂശിലേക്ക് നാം നോക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ക്രൂശിത രൂപത്തിലേക്ക് നാം നോക്കുമ്പോഴാണ്. ക്രൂശിൻ്റെ വഴിയിലൂടെ അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്കത് ലഭിക്കുകയുള്ളൂ. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ, നന്മതിന്മകളെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ക്രൂശിൻ്റെ വചനത്തിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് സാധ്യമാകുന്നു. ഭൗതിക ജീവിതത്തിലും ആത്മീക ജീവിതത്തിലും ജ്ഞാനത്തോടെയും വിവേകത്തോടെയും പ്രവർത്തിക്കാൻ ക്രൂശിൻ്റെ വചനത്തിലൂടെ നമുക്ക് സാധിക്കുന്നു. ദൈവികമായ ആലോചനകളെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് കഴിയുന്നു. ശരിയായ ആലോചനകളെ തിരിച്ചറിഞ്ഞ് ഒരു ദൈവികമായ പാതയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയും. ഒരു ദൈവ പൈതലായി മാറിയാൽ നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അന്വയിപ്പിക്കാൻ നമുക്ക് കഴിയണം. ശൗലിൻ്റെ ജീവിതം നമുക്കിന്ന് പരിശോധിച്ചാൽ, ശൗൽ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് മേലധികാരികൾ പറയുന്ന വാക്കുകൾ കേട്ട് എത്രത്തോളം ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ, എത്രത്തോളം ഒരു മനുഷ്യനെ ചവിട്ടി താഴ്ത്താൻ കഴിയുമോ അത്രയധികം ഉപദ്രവിച്ചുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അതിൽ നിന്നകന്ന് ദൈവവചനവുമായി ചിന്തിച്ച് ദൈവത്തിലേക്ക് ചേർന്ന് വന്ന നിമിഷം മുതൽ സഹമനുഷ്യനെ സ്നേഹിക്കുവാനും സഹമനുഷ്യനെ തിരിച്ചറിയുവാനും ശൗലിന് സാധിച്ചു. അതുപോലെ നമുക്കും സഹമനുഷ്യനെ സ്നേഹിക്കുവാനും കരുതുവാനും ഒക്കെ കഴിയണം. ആദാമിൻ്റെയും ഹവ്വയുടെയും സന്താന പരമ്പരയായ നാം ഈ ലോകത്തിൽ ജനിക്കുമ്പോൾ തന്നെ മുൻ തലമുറക്കാരായ പാപത്തിന് നാം അവകാശികളായിത്തീർന്നു. നാം ഓരോരുത്തരും തിന്മയോടുള്ള താല്പര്യത്തോടെയാണ് ഇന്നും ജീവിക്കുന്നത്. പ്രത്യക്ഷമോ പരോക്ഷമായ പാപങ്ങൾ ചെയ്യാൻ നാം സ്വയം തീരുമാനിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണയാൽ നാം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. പാപത്തിൻ്റെ ആധ്യാത്മികമായ ശിക്ഷ മരണവും നിത്യതയോളം ദൈവത്തിൽ നിന്നുള്ള വേർപാടുമാണ്. പാപമുഖാന്തരം ഉണ്ടാകുന്ന വിടവ് നികത്തുവാനുമായി ഒരു വഴി കാട്ടിത്തരുവാൻ ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനെ ഒരു മനുഷ്യനെ പോലെ ജീവിക്കുവാൻ ലോകത്തിലേക്ക് അയക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാക്കി തീർക്കുകയും ചെയ്തു. യേശു പാപമില്ലാത്തവനായതുകൊണ്ടും മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി വില കൊടുക്കുവാൻ കഴിയാത്തതിനാലും യേശു നമുക്കായി ക്രൂശിൽ മരിച്ചു. യേശു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിനു വേണ്ടി കുരിശിൽ മരിച്ചു എങ്കിലും നാം ഓരോരുത്തരും വ്യക്തിപരമായി നമ്മുടെ പാപങ്ങളെ നാം ദൈവത്തോട് ഏറ്റുപറയണം. ദൈവത്തിൽ നിന്നും പാപക്ഷമ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് 1-2 കാര്യങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ നാം അറിയാൻ ശ്രമിക്കുക. നാം പാപം ചെയ്തവരാണ്, ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണെന്നുമുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. റോമർ 3-23 വാക്യത്തിൽ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് പറയുന്നു. അതുപോലെ ലൂക്കോസ് 18 13 വാക്യത്തിൽ ദൈവമേ പാപിയായി എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമതായി, അനുതപിച്ച് നാം നമ്മുടെ പാപങ്ങളെ ദിനംപ്രതി ഏറ്റുപറയണം. നാം ചെയ്തു പോയിട്ടുള്ള പാപത്തെക്കുറിച്ച് അനുതപിച്ച് യഥാർത്ഥമായി സങ്കടത്തോടെ അവയെ ക്ഷമിക്കുവാനായി നാം ദൈവത്തോട് ഏറ്റുപറയണം. 1 യോഹന്നാൻ 1 വാക്യത്തിൽ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കോണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. അപ്രകാരം അപ്പോസ്തല പ്രവൃത്തികൾ 3-19 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ആകയാൽ നിങ്ങളുടെ പാപങ്ങളെ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. മൂന്നാമതായി, കഴിഞ്ഞുപോയ പാപങ്ങളെ വിട്ടുതിരിയുക. നാം നമ്മുടെ പാപങ്ങളെ ഉപേക്ഷിക്കണമെന്ന് ഒരു ദൃഢനിശ്ചയം നമുക്ക് ഉണ്ടാകണം. യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നും ഇന്നും ജീവിക്കുന്നു എന്നും നാം വിശ്വസിച്ച് ഏറ്റുപറയണം.
യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും നാം ക്ഷണിക്കുവാൻ തയ്യാറാകണം. ദൈവത്തിനായി ദൈവിക പാതയിൽ ക്രിസ്തുവിൻ്റെ വഴിയായി ജീവിക്കുവാൻ നാം തയ്യാറാകണം. ദേവാലയത്തിലൂടെ ദൈവിക ശബ്ദം കേൾക്കുവാൻ നാം നമ്മുടെ ചെവികളെ കാതോർക്കണം. അഹങ്കാരത്താലും ജ്ഞാനമില്ലായ്മയാലും ഉൾക്കാഴ്ചയും നേർക്കാഴ്ചയും നഷ്ടപ്പെട്ട ഒരു സാമൂഹ്യ ചുറ്റുപാടിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇന്നത്തെ സാമൂഹ്യ ചുറ്റുപാട് നാം ഒന്ന് പരിശോധിച്ചാൽ അനുസരണയില്ലാത്ത, വിട്ടുവീഴ്ചയില്ലാത്ത, കരുതലില്ലാത്ത, പരസ്പര സ്നേഹമില്ലാത്ത, നാളെക്കുറിച്ചുള്ളൊരു ചിന്തയില്ലാത്ത, ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത, സമ്പത്ത് വർദ്ധിപ്പിക്കാൻ നെട്ടോട്ടമോടുന്ന, തിരിച്ചറിവ് നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം മാറ്റപ്പെടുന്ന ഒരു സമൂഹം നമുക്കുണ്ടാവണം. അത്തരത്തിലുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. ആമേൻ. പഴയ പാട്ടുപുസ്തകം 141 പാട്ട്, പുതിയ പാട്ടുപുസ്തകം 149 പാട്ട്. പുതിയ പാട്ടുപുസ്തകം 149, പഴയത് 141. ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്ന ദാരിദ്ര്യ പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ആത്മാവേ പാപത്തിൻ കാഴ്ച നീ കാണുക. ദൈവത്തിൻ പുത്ര നീ ശാപത്തിലായല്ലോ. ദൈവത്തിൻ പുത്ര നീ ശാപത്തിലായല്ലോ. ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ ഈ മഹാപാപത്തെ. ദൈവമേ ഓർക്കല്ലേ. ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ശത്രുക്കൾ നിന്നയും ദൂഷ്യവും ചൊല്ലുമ്പോൾ ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ.
ശോധന കേമമായി വരുമ്പോൾ ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ആത്മാവേ ഓർക്ക നീ ഈ മഹാസ്നേഹത്തെ. ദൈവത്തിൻ പുത്രനീ സാധുവേ സ്നേഹിച്ചു. ദൈവത്തിൻ പുത്രനീ സാധുവേ സ്നേഹിച്ചു. ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്ന ദാരിദ്ര്യ പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. സഭ എഴുന്നേൽക്കാം. വിശുദ്ധ ആഴ്ചതയ്ക്കുള്ള പ്രാർത്ഥനാമാല. പുതിയ കീർത്തന പുസ്തകം 445 പുറം, പഴയ കീർത്തന പുസ്തകം 481 പുറം പിൻപറ്റാം. കർത്താവേ കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ കരുണയുണ്ടാകണമേ. കർത്താവേ കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ക്രിസ്തുവേ കൃപയായി ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. സ്വർഗസ്ഥ പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പുത്രനായ ദൈവമേ, ലോകത്തെ വീണ്ടെടുത്തവനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. വിശുദ്ധ തൃത്വമേ, ഏക ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അവിടുത്തെ കഷ്ടപ്പാട് മരണത്താലും യോദ്ധായുടെ വഞ്ചനയാൽ അവിടുന്ന് അനുഭവിച്ച ഹിംസയാലും പത്രോസിൻ്റെ തള്ളിപ്പറച്ച് മുഖാന്തരം അങ്ങ് അനുഭവിച്ച വേദനയാലും അവിടുത്തെ രക്താശ്ചേതത്താലും ക്രൂശിലെ മരണവേദനയാലും അങ്ങ് ധരിച്ച ചുവന്ന മേലങ്കി, മുൾക്കിരീടം എന്നിവയാലും കോൽ കൊണ്ടും ചാട്ടവാറുകൊണ്ടും ഏറ്റ രൂക്ഷമായ പ്രഹരത്താലും അങ്ങ് ക്രൂശ് ചുമന്ന പാതയാലും അങ്ങയിൽ തുളച്ച് കയറ്റിയ ആണികളാലും അവിടുന്ന് സഹിച്ച ദാഹത്താലും അവിടെ ചൊരിയപ്പെട്ട അങ്ങയുടെ വിശുദ്ധ രക്തത്താലും അവിടുത്തെ ആത്മാവിൻ്റെ തീവ്രവേദനയാലും ഛേദിക്കപ്പെട്ട മുന്തിരിയാലും മർദ്ദിക്കപ്പെട്ട മുന്തിരിച്ചക്കിനാലും അവിടുത്തെ മരണവിളിയാലും അവിടുത്തെ മരണത്തിലെ വിജയത്താലും മരിക്കുന്ന രക്ഷിതാവേ ഞങ്ങളെ സഹായിക്കണമേ. ഹൃദയ കാഠിന്യത്തിൽ നിന്നും ആത്മീയ അന്ധതയിൽ നിന്നും മനസ്സിൻ്റെ ശൈത്യത്തിൽ നിന്നും പാപത്തിൻ്റെ വഴിയിൽ കൂടെ കടന്ന് അവിടുത്തെ രക്തത്തിന്മേൽ ചവിട്ടുന്നതിൽ നിന്നും വീണ്ടും അങ്ങയുടെ മേൽ ആണി അറയുന്നതിൽ നിന്നും വീണ്ടും അങ്ങയെ ക്രൂശിക്കുന്നതിൽ നിന്നും അവിടുത്തെ വലിയ കഷ്ടപ്പാടുകളെ മറന്ന് കളയുന്നതിൽ നിന്നും അങ്ങയെ കൂടാതെയുള്ള ജീവിതത്തിലെ ഏകാന്തതയിൽ നിന്നും അത്യാഗ്രഹം, ദുർമോഹം എന്നിവയിൽ നിന്നും കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിവയിൽ നിന്നും ഓർമ്മയിൽ വന്നുകൊണ്ടിരിക്കുന്ന പാപങ്ങളുടെ ഭാരത്തിൽ നിന്നും മനുഷ്യരുടെ കെണിയിൽ നിന്നും അജ്ഞതയുള്ള കുഴപ്പങ്ങളിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും അസൂയ കലുഷിതമായ ഹൃദയങ്ങളിൽ നിന്നും അന്ത്യപാപമായ അവിശ്വാസത്തിൽ നിന്നും സ്നേഹനിധിയായ രക്ഷക ഞങ്ങളെ വിടുവിക്കണമേ. വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും സിംഹാസനങ്ങളുടെയും കർത്തൃത്വങ്ങളുടെയും രാജാവേ,
കെരൂബുകളുടെയും സാറാബുകളുടെയും ദൂതന്മാരുടെയും പ്രധാന ദൂതന്മാരുടെയും നാഥ, സമാധാനത്തിൻ്റെയും മഹത്വത്തിൻ്റെയും രാഷ്ട്രങ്ങളുടെയും സാമ്രാജ്യങ്ങളുടെയും പ്രഭുവേ, ഇക്കാലത്ത് ഭയത്തിൽ കഴിഞ്ഞു കൂടുന്നവരുടെ ഭാരം നീക്കുന്നതിനായും ശാരീരിക രോഗങ്ങളുടെ വേദന നീക്കുന്നതിനായും മാനസിക രോഗികളുടെ വിഷാദം നീക്കുന്നതിനായും ആത്മീക രോഗങ്ങൾക്ക് പാപമോചനം കൊടുക്കുന്നതിനായും ആശ്വസിപ്പിപ്പാൻ ആരുമില്ലാതെ കരഞ്ഞ് വിലപിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നതിനായും നുറുങ്ങിയ ഓരോ ഹൃദയത്തിലും ഉള്ള അവിടുത്തെ വാസത്തിനായും അങ്ങേ അറിയാത്ത ഓരോ ആത്മാവിന് വേണ്ടിയും ഭൂമിയിൽ അവിടുത്തെ വഴി അറിയിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും അവിടുത്തെ വിശുദ്ധ നാമത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും ലോകത്തെല്ലായിടത്തും ഉള്ള അവിടുത്തെ എല്ലാ സഭകൾക്ക് വേണ്ടിയും മരിച്ചുയർത്തെണീറ്റ രക്ഷക, ഞങ്ങൾ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. നിത്യപിതാവേ, കരുണയുള്ള ഞങ്ങളുടെ നാഥ, അങ്ങയുടെ ക്രൂശ് മരണത്തിൽ പങ്കുചേരുവാൻ കാൽവരി ക്രൂശിൻ്റെ അടിവാരത്തിൽ പ്രാർത്ഥനയോടുകൂടെ ശിരസ്സുകൾ നമിക്കുവാൻ അബ്ബാ പിതാവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് കേണപേക്ഷിക്കുവാൻ ഞങ്ങളുടെ പാപങ്ങളെ അവിടുന്ന് മായ്ച്ചു കളയണമെന്ന അപേക്ഷയോടുകൂടെ ഒരിക്കൽ കൂടെ നിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ഈ വിശുദ്ധ ദിനത്തിൻ്റെ രാത്രി ഞങ്ങൾക്ക് നൽകിയവനെ, അനുതാപമില്ലാത്ത എല്ലാവരുടെ മേലും അവിടുത്തെ രക്തമയച്ച് അവിടുത്തെ വചനമയച്ച് അനുതാപത്തിൻ്റെ അവസ്ഥയെ അവിടുന്ന് സൃഷ്ടിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പാപിനിയായ സ്ത്രീയെ ചേർത്ത് പിടിച്ചവനെ, കർത്താവിൻ്റെ സന്നിധി വന്ന് ദാവീദ് പുത്ര കരുണയുണ്ടാകണമെന്ന് നിലവിളിച്ച ഓരോ ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാ എന്നളിച്ചത് ക്രിസ്തുവേ, അത്തിവൃക്ഷത്തിലായിരുന്ന സഖായിയെ ജീവൻ്റെ രക്ഷയിലേക്ക് കരം പിടിച്ചു നടത്തിയവനെ, അവിടുത്തെ സന്നിധിയിൽ പാപത്തിൻ്റെ ചിന്തകളോടും ദുർമോഹങ്ങളോടും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും നിരാശയോടും രോഗത്തോടു കൂടെ ആയിരിക്കുന്ന ഞങ്ങൾ പാപമോചനത്തിനായി പ്രാർത്ഥിച്ച് ശരണം പ്രാപിക്കുന്നു. ഞങ്ങൾ അവിടുന്ന് ചേർത്ത് പിടിക്കണമേ, ഞങ്ങളുടെ പാപങ്ങളെ അവിടുന്ന് ക്ഷമിക്കുമാറാകണമേ. കർത്താവേ, ഈ വിശുദ്ധ ചൊവ്വാഴ്ച നിൻ്റെ വചനം കേൾക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയ നിലങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ആഹ്വാനം ഞങ്ങൾക്ക് നൽകിയതിന് പ്രകാരം ഇന്ന് അത്തരത്തെ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ ദൈവം ഇടവരുത്തിയതിനായി നന്ദി. അത്തരത്തെ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ഇന്ന് പകൽ മുഴുവനും അവിടുന്ന് കാത്തു പരിപാലിച്ചു. ഇടർച്ചകളില്ലാതെ, പാപത്തിൻ്റെ അവസ്ഥകൾ കടന്നു വരാതെ, വീഴ്ന്നു പോകാതെ, പൈശാചിക ബന്ധനങ്ങൾ തകർത്ത് കളയാതെ, തിന്മയുടെ ശക്തികളിൽ അകപ്പെട്ടു പോകാതെ, ദൂതന്മാരുടെ മകനീയ സാന്നിധ്യം ഇന്ന് പകൽ മുഴുവനും അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. യേശുവേ, നീ ഞങ്ങളോട് കരുണയുണ്ടായി ഇനിയും ഞങ്ങളുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് മുദ്രയിടണമേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ സഭയിലെ വനിതാ സംഘത്തെയും അതിലെല്ലാ പ്രവർത്തകരെയും നന്ദിയോടുകൂടി ഞങ്ങൾ ഓർക്കുന്നു. ഓരോ ഭാഗവും ക്രമപ്പെടുത്തുവാൻ തക്കവിധം ദൈവം അങ്ങ് കരങ്ങളിലെടുത്ത് പ്രയോജനപ്പെടുത്തുന്നതിനായി സ്തുതി. ഓരോ ഭാഗങ്ങൾ കൈകാര്യം ചെയ്ത ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിച്ചു, ഇനിയും അനുഗ്രഹിക്കണമേ. വചനമായി നിൻ്റെ സന്നിധിയിലായിരുന്ന അവിടുത്തെ പ്രിയദാസി അവിടുത്തെ ബലപ്പെടുത്തിയ കൃപകൾക്കായി സ്തുതി. ക്രൂശിലെ വചനം പ്രസംഗിക്കുവാൻ തക്കവിധം ആ നാവിനെ അവിടുന്ന് ശക്തിപ്പെടുത്തി അതിനുവേണ്ടി ആലോചന നൽകി പാപത്തിൻ്റെ വഴിത്താരകൾ വിട്ടുപേക്ഷിച്ച് ക്രൂശിൻ്റെ പിന്നാലെ കടന്നു വരണമെന്നുള്ള ഉത്ബോധനം വചനത്തിൽ കൂടെ പങ്കുവയ്ക്കുവാനുള്ള ആത്മീക ആലോചന അങ്ങ് നൽകിയതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. യേശുവേ, അങ്ങയുടെ ക്രൂശിൻ്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ക്രൂശിലേക്ക് യാത്ര ചെയ്യട്ടെ. ക്രൂശിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ അരുതാത്തത് ചിന്തിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്, പാപം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ പ്രവൃത്തികൾ, ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ ജീവിത രീതികൾ, ഞങ്ങളുടെ നടപ്പുകൾ എല്ലാം
പാപത്തിൻ്റെ താഴ്വാരങ്ങളിൽ കൂടെ ആയിരുന്നുവല്ലോ. കർത്താവേ, നീ ഞങ്ങളോട് ക്ഷമിക്കണമേ. അനുദപിച്ചുകൊണ്ട് നിൻ്റെ മുൻപിൽ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ കണക്കിടാതെ വചനത്തിൻ്റെ അനുഭവം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും പുതുപ്പിക്കപ്പെടുന്ന ജീവിത അനുഭവങ്ങളോടുകൂടെ പുതു സൃഷ്ടികളായി ക്രൂശിലേക്ക് എത്തിച്ചേരുവോളം അവിടെ നിന്ന് ഞങ്ങളുടെ മുൻപിലും പിൻപിലും കാവലായി കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശിൻ്റെ വചനം ഉൾക്കൊള്ളുവാൻ ഇനിയും ഞങ്ങളെ സഹായിക്കണമേ. കാലിന് ദീപമായി പാതയ്ക്ക് പ്രകാശമായി ഇരുവായി തലയുള്ളൊരു വചനത്തെ അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകുമ്പോൾ ആ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങുവാനും ഞങ്ങളുടെ സന്ധ്യമജാഗ്രതകളെ വേർതിരിച്ച് നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് ശരി തെറ്റുകളെ തിരിച്ചറിഞ്ഞ് ദോഷമില്ലാത്ത അവസ്ഥകളും തിരിച്ചറിഞ്ഞ് അനുഗ്രഹവും ശാപവും തിരിച്ചറിഞ്ഞ് അവിടുത്തെ വഴിയിൽ കൂടെ അങ്ങയുടെ പാത പിൻപറ്റി അങ്ങയോട് ചേർന്നിരിപ്പാനുള്ള കൃപയും ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് ആശീർവദിക്കണമേ. ഓരോ വ്യക്തി ജീവിതങ്ങളിൽ കൂടെ ഉണ്ടായിരിക്കണമേ. വേണ്ടുന്ന എല്ലാ നന്മകൾ കർത്താവ് തന്നെ ദാനമായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കൂടെ ഇരുന്നവനെ ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ഞങ്ങളുടെ ഭവനങ്ങൾ സ്വസ്ഥമായിരിക്കാൻ സഹായിക്കണം. ഞങ്ങളുടെ നിദ്രയിൽ കൂടെ ഇരിക്കണമേ. സമാധാനമായി ഉറങ്ങുവാൻ അനുവദിക്കണം. നല്ല പ്രഭാതം അങ്ങ് ലഭ്യമാക്കി തരണമേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്ന വഴിപാട് അവിടെ നിന്ന് സ്വീകരിക്കണമേ. അവിടുത്തെ മേശയിലേക്ക് കരങ്ങൾ നീട്ടിയ എല്ലാ പ്രിയപ്പെട്ടവരെയും ആശീർവദിക്കുമാറാകണം. ഇന്ന് ദൈവമക്കൾക്ക് നേർച്ചയ്ക്ക് അങ്ങ് സമർപ്പിച്ച രാജേഷ് അവറുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമർപ്പണത്തെ അവിടെ നിന്ന് സ്വീകരിക്കണമേ. അത് ഭക്ഷിച്ച് സന്തോഷത്തോടു കൂടി പിരിയുമ്പോൾ സമർപ്പിച്ച കരങ്ങളെയും ഭക്ഷിക്കുന്ന ഞങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകമായ പ്രാർത്ഥന ഓർത്തെടുക്കുവാനും ഒറ്റക്കെടുക്കാത്ത മാറിക്കടന്നു പോകാത്ത തള്ളിക്കളയാത്ത ദൈവസ്നേഹം കൊണ്ട് എന്നെ അവിടെ നിന്ന് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുവാനായി അങ്ങ് നാളെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സൺഡേ സ്കൂൾ സംഘടനയെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഓരോ ഭാഗങ്ങൾ ക്രമപ്പെടുത്തുന്നവരോടൊപ്പം അങ്ങ് കൂടെ ഇരിക്കണം. വചനമായി നിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി ഒരുങ്ങുന്ന അവിടുത്തെ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ കർത്താവ് പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ആലയം വിട്ട് ഞങ്ങൾ പിരിയട്ടെ. ഇന്ന് രാത്രി കൂടെ ഇരിക്കണമേ. കാലിടറാതെ ദൂതന്മാരുടെ സംരക്ഷണം അവിടെ നിന്ന് ഞങ്ങൾക്ക് ലഭ്യമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗപിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുഷ്ടസകത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളുടെ ദിവസമുള്ള ആഹാരം ഞങ്ങൾക്ക് ഇന്ന് തരണമേ. ഞങ്ങളുടെ ആൾക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപാടുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടക്കാതെ സദോഷത്തൊന്നും വിടിയിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, സാന്നിധ്യം, സംസർഗം നിങ്ങളോടും നിങ്ങളുടെ വിശ്വാസ ജീവിതത്തോടും എന്നും എന്നും ദൈവകൃപ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരം മനുഷ്യനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ ചെയ്ത ഉപകാരം മറക്കരുത്. ആമേൻ. നമുരിക്കാം വിശുദ്ധ സുവാഴ്ച